ക്രിസ്മസ് ന്യൂ ഇയർ റിലീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലീസാണ് വിടുതലൈ പാർട്ട് 2. വെട്രിമാരൻ എന്നുള്ള ഒരൊറ്റ പേര് മാത്രം മതി ആ പടം നമ്മൾ കാണാൻ പോകുന്നത്. ശരിക്കും വിജയ് സേതുപതി, സൂരി, ഗൗതം വാസുദേവ് മേനോൻ, രാജീവ് മേനോൻ, അങ്ങനെ തുടങ്ങി ഗംഭീരമായിട്ടുള്ള ഒരു കാസ്റ്റ് പടത്തിനകത്തുണ്ട്. മഞ്ജു വാര്യർ. വിടുതലൈ പാർട്ട് 1 ഞാൻ ശരിക്കും തിയേറ്ററിൽ അത് മിസ് ചെയ്തു. പിന്നീട് C5 വന്നപ്പോഴത്തേക്കാണ് അത് കണ്ടത്. ആക്ച്വലി വിടുതലൈ പാർട്ട് 1 നിന്നും പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അതൊരു ഒറ്റപ്പടമായിട്ട് അവർ പ്ലാൻ ചെയ്തായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അത് ഷൂട്ട് ചെയ്ത് നീളം കൂട്ടിയപ്പോഴത്തേക്ക് അതിനെ സെക്കൻഡ് പാർട്ട് ആക്കാം, അല്ലെങ്കിൽ 2 പാർട്ടാക്കി എടുക്കാം എന്നുള്ള നിലയിൽ ജയമോഹൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് എടുത്ത ഒരു ഒരു പടമായിട്ട്, അല്ലെങ്കിൽ അത് തിരക്കഥയായിട്ട് മാറ്റി ചെയ്തതായിട്ടാണ് കണ്ടിട്ടുള്ളത്. സൂര്യ നായകനായിട്ടൊരു പടം എടുക്കുന്നു, വിജയ് സേതുപതി അതിൽ ഒരു ക്യാമിയോ റോള് വരുന്നു. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ പടത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്, ആദ്യം വന്ന പ്രൊമോഷനും കാര്യങ്ങളൊക്കെ. പക്ഷെ പടം കയറി വന്നു, കൊളുത്തി, രസമുണ്ട് പടം. ഇതിനകത്ത് ഇതിൻ്റെ കൊമേഴ്ഷ്യൽ വാല്യൂ കൂടുന്നുണ്ട്. വിജയ് സേതുപതിയുടെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ദിവസം 6 ദിവസം ഷെഡ്യൂളിന് വന്ന ആൾ 20-25 ദിവസം പാർട്ട് 1 തന്നെ ഷൂട്ട് ചെയ്തു. അതിനുശേഷം ഇതിനകത്ത് ആ പാർട്ട് 1 തന്നെ ഷൂട്ട് ചെയ്ത പോർഷൻസ് കുറെ ഇതിനകത്ത് എടുത്തിട്ട് പിന്നെ പാർട്ട് 2 വേണ്ടി ഒരു സെപ്പറേറ്റ് സ്റ്റോറി ഇതിനകത്ത് ആഡ് ചെയ്തു. മഞ്ജു വാര്യരുടെ ക്യാരക്ടർ ഇതിനകത്ത് വരുന്നു. അങ്ങനെ ഇത് ശരിക്കും ഭയങ്കര അങ്ങനെ ഡെവലപ്പായി പോയതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പാർട്ട് 1 ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് പാർട്ട് 2 ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പുതിയ കാര്യങ്ങൾ, നമുക്ക് അറിഞ്ഞൂടാത്ത കുറെ കാര്യങ്ങൾ, ഈ പോലീസ് കമ്പനി ഒരു ഏരിയയിൽ വന്നിട്ടുള്ള അവരുടെ പോലീസ് റൂള്, അതിനകത്ത് വരുന്ന പൊളിറ്റിക്സ്, ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ്, പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഇൻവോൾവ്മെന്റ്സ്, അതേപോലെ ഈ പോലീസുകാരുടെ തസ്തികകൾ, അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അതിനകത്തുള്ള പൊളിറ്റിക്സ്, ഇന്റേണൽ പൊളിറ്റിക്സ്, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രോബ്ലംസ്, കുറെ അവിടെ പോലീസുകാരെ ഒരു ഗ്രാമത്തിൽ ചെയ്യുന്ന ഹരാസ്മെന്റ് കാര്യങ്ങൾ, ഡീറ്റെയിലിംഗ് ഭയങ്കര ഗംഭീരമായിരുന്നു. ശരിക്കും അത്രയും ഡീറ്റെയിലിംഗ് ചെയ്യേണ്ട കാര്യമില്ല, ആ കഥ പറഞ്ഞു പോകുന്നതിന് അത്രയും ഡീറ്റെയിലിംഗ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ദ മാസ്റ്റർ വെട്രിമാരൻ അത് ചൂസ് ചെയ്തു, അതിന്റെ ഡീറ്റെയിലിംഗ് ചൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ആ പടം ഭയങ്കരമായിട്ടുള്ളൊരു ഹിറ്റ് കൊടുത്തതും. ആ ഒരു ഇത് തന്നെയാണ് ഈ പാർട്ട് 2 ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചതും. പാർട്ട് 2 പൂർണ്ണമായും വിജയ് സേതുപതിയുടെ സിനിമയാണ്. വിജയ് സേതുപതിയുടെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു വാത്യാർ എന്നുള്ള ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു ബാക്ക് സ്റ്റോറിയും പിന്നീടുള്ള സംഭവങ്ങളുമാണ് പറയുന്നത്. ഇത് കൂടുതലും ടോക്കി പോർഷൻസ് തന്നെയാണ് ഇതിനകത്ത്. വിടുതലൈ പാർട്ട് 1 അപേക്ഷിച്ച് നമുക്ക് ആ ഒരു ഗ്രിപ്പ്, ആ ഒരു ടെൻഷൻ ക്രിയേറ്റിംഗ് സാധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കുറവാണ്. ടുവേർഡ്സ് എന്റെ ക്ലൈമാക്സിലും അത്ര ഒരു സാധനം പോയിട്ടില്ല. ആക്ച്വലി മറ്റതിനകത്ത് കൊടുക്കുന്ന നമുക്ക് എന്ത് സംഭവിക്കും, എന്താവുമോ എന്നുള്ള ആ ഒരു പേടി കാര്യങ്ങളും, വിജയ് സേതുവിന്റെ ക്യാരക്ടറിന് വന്നു പോകുന്ന കുറെ സംഭവങ്ങളും, ആ ഒരു ഇമ്പാക്ട് ഇതിനകത്ത് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇത് കുറെ കൂടെ ഒരു ലാർജർ ക്യാൻവാസിലാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. കുറെ കൂടെ ബഡ്ജറ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട്, കുറെ കൂടെയൊക്കെ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല രീതിയിൽ വിടുതലൈ പാർട്ട് 1 ബെറ്റർ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തുണ്ട്. പക്ഷെ എന്റർടൈൻമെന്റ് വാല്യൂ കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് കുറെ സാധനങ്ങൾ ഇതിനകത്ത്, പാട്ട്, ലവ് സ്റ്റോറി, അങ്ങനെ കുറെ സാധനങ്ങൾ ഇതിനകത്ത് മറ്റതിനകത്തുണ്ട്. എന്നിരുന്നാൽ പോലും മഞ്ജു വാര്യനെ പോലൊരു സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. വേറൊരു ലെവലിലേക്ക് ഈ പടം കൊണ്ടുപോകാൻ ശ്രമിച്ചതുപോലെയൊക്കെ എനിക്ക് തോന്നി. വിടുതലൈ പാർട്ട് 1 നിന്നും കുറച്ചധികം സാധനങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ജോയിന്റ് ആക്കി വെച്ചിട്ട് ആ ഒരു കഥയും കൂടെ ചേർത്തതിന്റെ കൂട്ടത്തിൽ പറയാം എന്ന് പറഞ്ഞതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അത് എൻ്റെ കുറച്ചൊരു രസം കൊല്ലിയായിട്ടും തോന്നി. പടത്തിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് വെട്രിമാരന്റെ എഴുത്ത് തന്നെയാണ്. വെട്രിമാരന്റെ സ്ട്രോങ് പൊളിറ്റിക്സ്, സ്ട്രോങ് ഡയലോഗ്സ്, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്, അതേപോലെ വിജയ് സേതുപതിയുടെ പെർഫോമൻസ്. വിജയ് സേതുപതിയുടെ മാത്രമല്ല, എല്ലാവരും. സൂര്യക്ക് ശരിക്കും ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. ഇതിനകത്ത് ഇളവരസിന്റെ ഒരു മിനിസ്റ്റർ ക്യാരക്ടറിന്റെ ഒരു ഡയലോഗ് സംഗതിയിലുണ്ട്. അതേപോലെ രാജീവ് മേനോൻ, ഗൗതം വാസുദേവ് മേനോൻ, ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഓരോ സീൻ കൊടുത്തിട്ടുണ്ട്. മഞ്ജു വാര്യരുടെ പെർഫോമൻസ്, പുള്ളിക്കാരി അഭിനയിക്കും, എല്ലാവർക്കും അറിയാം, ഓക്കെയാണ്. പുള്ളിക്കാരിയുടെ ആ ഒരു മീറ്റർ തന്നെയാണ് പോകുന്നത്. അതിനകത്തൊരു ഹൈ മീറ്റർ പരിപാടികളൊന്നുമില്ല. അസുരനകത്ത് പുള്ളിക്കാരിക്ക് കൊടുത്തിരുന്ന അത്രയുള്ള ഒരു പഞ്ചുള്ള ഒരു ക്യാരക്ടറും അല്ല അതിനകത്ത്. ആക്ച്വലി ഈ പടത്തിൽ നിന്ന് പുള്ളിക്കാരിയുടെ സീൻ മൊത്തം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ പടം അതായിട്ട് എനിക്കിങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു നറേഷനിൽ പറയേണ്ട സാധനമേ ഉള്ളൂ. പക്ഷെ അത് കൂടുതൽ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ആ ക്യാരക്ടറിന് വെയിറ്റേജ് കൊടുത്ത് കാണിച്ചിട്ടൊക്കെ ഉണ്ട്. മേ ബി അതൊക്കെ ആയിരിക്കാൻ തോന്നിയത്, ഒരു എന്റർടൈൻമെന്റ് വാല്യൂ കുറഞ്ഞു പോയി എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത്. വിജയ് സേതുപതി ഈ ഒരു ടൈം ലൈനിൽ കാണിക്കുന്ന കുറെ സാധനങ്ങളും സംഭവമൊക്കെ പടത്തിന് ടോട്ടാലിറ്റിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെട്രിമാരന്റെ സ്ഥിരം ക്രൂ മെമ്പേഴ്സ് തന്നെയാണ് ഇതിനകത്ത് പുതിയതായിട്ടുള്ളത്. വിടുതലൈ പാർട്ട് 1 2 ചെയ്ത മ്യൂസിക് ഡയറക്ടർ ഇളയരാജ സർ മാത്രമാണ്. ഇളയരാജയുടെ ആ ഒരു പാട്ട്, ഈ വിജയ് സേതുപതിയുടെയും മഞ്ജു വാര്യരുടെയും ആ ഒരു കോമ്പിനേഷൻ സോങ് അല്ലാതെ വേറെ സോങ്ങുകളൊന്നും പ്രത്യേകിച്ച് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിന്നില്ല. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും എന്താണോ പടത്തിന് ആവശ്യമായിട്ടുള്ളത് അത് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ GV പ്രകാശ് ചെയ്യുന്ന പോലെ, അനിരുദ്ധ് ചെയ്യുന്നത് പോലെ ആ ഒരു ഭയങ്കര വലിയൊരു സംഭവമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ
ഈ ഒരു രീതിയിലുള്ള മ്യൂസിക് തന്നെയാണ്. പക്ഷേ മോശമൊന്നുമല്ലല്ലോ, ഉറപ്പായിട്ടും മോശമൊന്നുമല്ല. പടത്തിന് എന്താണോ ചെയ്യേണ്ടത് അത് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ വിടുതലെ പാർട്ട് 1 നമുക്കുണ്ടായ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു എൻഗേജ് ഈ പടത്തിനകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പെർഫോമൻസ് വൈസ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്, ഡയലോഗ്സ് വൈസ് ഒക്കെ പടം ഭയങ്കര മറ്റതിനേക്കാൾ ഭയങ്കര ഫോർ ഹയർ പൊസിഷനിലാണ് പടം. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എ ക്ലാസിക് മൂവി. നമുക്ക് ഫിലിം മേക്കിംഗ് അല്ല, എനിക്ക് കൂടുതൽ റൈറ്റിംഗ് പോർഷനിലാണ് നോക്കിയത്. കാരണം മേക്കിംഗ് വൈസ് എനിക്ക് ഒരു വെട്രിമാരൻ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് എനിക്ക് അത്ര ഒരു ഇതായിട്ടില്ല. കുറച്ച് നോൺ ലീനിയർ രീതിയിലാണ് വന്നേക്കുന്നത്. പക്ഷെ അതിലും ഈ അദ്ദേഹത്തിന്റെ മറ്റു പടങ്ങളിലെ ഏർലിയർ മൂവീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു നോൺ ലീനിയർ സംഭവം കുറച്ചുകൂടെ ഒക്കെ ഫോഴ്സ്ഫുള്ളി ചെയ്ത് കണക്കുന്നുണ്ട്. ഇതിനകത്ത് കിഷോറിന്റെ ക്യാരക്ടർ പ്രോപ്പറായിട്ട് അങ്ങ് രജിസ്റ്റർ ആയില്ല എന്നുള്ളൊരു തോന്നലും ഉണ്ടായി. കുറച്ച് പ്രായമായി വരുന്ന സീനൊക്കെ കൊള്ളാമെങ്കിലും ഭയങ്കര ഒരു അങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടി ക്യാരക്ടർ വെച്ചതുപോലെയും അതൊരു ഒരു ഫോഴ്സ്ഫുള്ളി ആ ഒരു പോർഷൻസ് ഒക്കെ ചെയ്തതുപോലെയൊക്കെ തോന്നി. അദ്ദേഹത്തിന് ആ നോൺ ലീനിയർ രീതിയിൽ വന്നു പോകുന്നതും കുറച്ച് ഇമ്പാക്ട് ഇല്ലാതെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും പിന്നെ അദ്ദേഹത്തിന്റെ സീൻസ് വെക്കുന്നത് അതൊന്നും അത്ര ഒരു പഞ്ചോടുകൂടി വന്നില്ല എന്നും എനിക്ക് പേഴ്സണലി തോന്നി. അതൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളാണ് പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. അല്ലാതെ നിങ്ങൾ നിർബന്ധമായിട്ടും വിടുതലൈ പാർട്ട് 2 തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. സ്ട്രോങ് പൊളിറ്റിക്കൽ മെസ്സേജസ് കൊടുക്കുന്ന ഗംഭീര പെർഫോമൻസുള്ള വിജയ് സേതുപതിയുടെ എനിക്ക് സൂപ്പർ ഡീലക്സിന് ശേഷം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വൈസ് ഇഷ്ടപ്പെട്ട മൂവികളിലൊന്നും കൂടിയാണിത്. അപ്പോൾ അങ്ങനെ കുറച്ചധികം നല്ല മൊമെന്റ്സ് ഉള്ള എന്താണ് സപ്പിന് മൂഞ്ചിലെ അറയറമാരി കേൾവികൾ എല്ലാം കേൾക്കുക, വിജയ് ഫാൻസിന് ഇട്ടൊരു കൊട്ട് കൊടുക്കുന്ന അങ്ങനെയൊക്കെ കുറച്ച് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇതിനകത്ത് വയ്ക്കുന്നുണ്ട്. ശരിക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്. പടം കണ്ട് ടൈറ്റിൽസ് ഒക്കെ ഇങ്ങനെ എഴുതി കാണിക്കും, ക്രെഡിറ്റ്സ് ഒക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് അവിടെ ഇങ്ങനെ ഇരുന്ന് പോകും. അങ്ങനത്തെ ഒരു മൊമെന്റിലാണ് പടം ഇങ്ങനെ തീരുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്, ഇതാണ് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ സൊസൈറ്റി എന്ന് നമുക്ക് ഒന്നുകൂടെ നമ്മുടെ മണ്ടയിലെ ഉറക്കല മാറി ചൊല്ലിയിട്ട് പോറാങ്ങ. എല്ലാവരും നിർബന്ധമായും കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.